ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് രാവിലെ ഉച്ചക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു തക്കാളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇഡലിയോ ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഒക്കെ എല്ലാറ്റിനും കൂട്ടിയിൽ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി തക്കാളിക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ ഉച്ചക്ക് ഇപ്പോൾ മീനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് അതുപോലെ ഒന്ന് തക്കാളിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ ചോറ് കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് ഞാൻ കാണിക്കുന്നില്ല, നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഞാനിതാ ഇതുപോലെ നടുകെ ഒന്ന് പൊളിച്ചിട്ട് ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു വെളുത്തുള്ളി രണ്ടെണ്ണം ആക്കിയിട്ടാണ് കേട്ടോ. കുറച്ച് വലിയ വെളുത്തുള്ളിയൊക്കെ രണ്ടെണ്ണം ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പം അല്ലാണ്ട് അത് അരിഞ്ഞ് ഇടൊന്നും വേണ്ട. പിന്നെ ഞാനൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആ ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ഇഞ്ചി തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇഞ്ചി അങ്ങനെ ഒത്തിരി കടിക്കണത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെ അളവ് വേണമെങ്കിൽ ചെറിയൊരു പീസൊക്കെ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇഞ്ചി ഞാനിതാ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ പച്ചമുളക് ഞാൻ കീറി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു പച്ചമുളക് 4 ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ മക്കൾക്ക് കഴിക്കുമ്പോൾ ഈ ഒരു പച്ചമുളക് എടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടാവും നമ്മൾ നല്ലോണം ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് 4 ആക്കിയിട്ട് കീറിയിട്ട് അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഇത് ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് രാവിലത്തേക്കും അതുപോലെ ഉച്ചയ്ക്കും വേണം കേട്ടോ. അപ്പോൾ കഞ്ഞിയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തക്കാളി കറി. പിന്നെ മോൾക്ക് കൊണ്ടുപോകാനും ഈ ഒരു തക്കാളിക്കറി മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഇത് തക്കാളി നമുക്കിത് കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഒത്തിരി കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് വെന്തുടഞ്ഞ് കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊന്ന് കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. തക്കാളി മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഈ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂത്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒത്തിരി മൊരിഞ്ഞ് കളറ് മാറി അങ്ങനെയൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതൊന്ന് വഴണ്ട് കിട്ടണം. അതുപോലെ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചച്ചുവ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് വഴറ്റി കൊടുത്തതിൻ്റെ ശേഷം ഞാനിതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതാ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ തക്കാളി കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞാൽ മതി, എന്നാലേ നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. തക്കാളി നമ്മൾ എണ്ണയിൽ ആദ്യം മൂപ്പിച്ചതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആവണം കേട്ടോ. ആ രീതിക്ക് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. തക്കാളിയിൽ നമുക്ക് ആ ഉപ്പെല്ലാം കൂടി എല്ലായിടത്തും എത്തട്ടെ. അതിനുശേഷം ആദ്യം നമുക്കൊന്ന് ഒരു 2-3 സെക്കൻഡ് ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർക്കണം. ഒരു 2-3 സെക്കൻഡ് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി ജസ്റ്റ് ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ. ആ സമയം നമുക്ക് ചെറിയ അളവിലുള്ള പൊടികൾ ചേർക്കാം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ നമ്മളെ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി എരിവുള്ളത്. അപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രം ഈ പൊടികൾ ചേർത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കറി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ ഇതും കൂടെ ചേർത്തി കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ പൊടികളും തക്കാളിയും എല്ലാം കൂടി മിക്സ് ആവണം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് 2-3 മിനിറ്റോളം ഒന്ന് മൂടി വെക്കണം. നമുക്ക് തക്കാളി നല്ലോണം വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളി നല്ലോണം വെന്ത് കിട്ടിയിട്ട് ഉടഞ്ഞു വരുള്ളൂ. അപ്പോൾ കണ്ടോ, നമുക്ക് ആ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് തക്കാളിയൊക്കെ നല്ലോണം കുഴഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഞാനിതാ ഒരു 1/2 ടീസ്പൂൺ ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മതിയാകും. നമ്മൾ ഈ പുളിയും അതുപോലെ എരിവും ഒക്കെ കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു മധുരം കൂടി ചെല്ലുമ്പോൾ ഇത് ഒത്തിരി മധുരമൊന്നും ഇല്ല കേട്ടോ. ഒരു 2 നുള്ള് കായപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ആ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം അതിനൊപ്പം തന്നെ നമുക്കിത് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കും കൂടി വേണം. അപ്പം അതാണ് കനം കുറച്ചിട്ട് നമ്മൾ തക്കാളി അരിയണം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഉടയാതെ കിടക്കുള്ളൂ. അത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഉടയ്ക്കുമ്പോൾ ഉടഞ്ഞു കിട്ടും. പിന്നെ ലാസ്റ്റ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റോളം അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം വിളമ്പാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ അങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ട നമ്മുടെ തക്കാളിക്കറി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് ഒരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് വിളമ്പി കൊടുക്കണം കേട്ടോ. അപ്പം നല്ല കട്ടിയായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദോശക്കും അതുപോലെ ഇഡലിക്കും ചോറിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു തക്കാളിക്കറിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പണ്ടൊക്കെ സ്കൂൾക്ക് പോണ സമയത്തൊക്കെ ഈ തക്കാളിക്കറി ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്കിത് എന്ന് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണല്ലേ. അപ്പോൾ മക്കൾക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാനിതാ ദോശേൻ്റെ കൂടെയാണ് ഇപ്പം ഇന്ന് രാവിലത്തെ ദോശേൻ്റെ കൂടെയാണ് എടുക്കുന്നത്. പിന്നെ ഉച്ചക്കത്തെ ചോറിനും നമുക്കിത് എടുക്കാം. കണ്ടോ, നല്ല കട്ടിയായിട്ട് ഒത്തിരി ചാറ് പോലെ ഒന്നും അല്ല കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ള ഈ ഒരു തക്കാളിക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ. നമ്മളെ ചാനലിലുള്ള റെസിപ്പികളെ ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ. നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്നാൽ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.